ഒരു അർദ്ധരാത്രി, ഒരു വാട്സാപ്പ് വീഡിയോ കോൾ. ഫോണിന്റെ അപ്പുറത്ത് കാത്തിരിക്കുന്നത് 13 വയസ്സുള്ള ഒരു 8ാം ക്ലാസ്സുകാരി. വീഡിയോ കോളിൽ തെളിഞ്ഞത് സ്വന്തം മുത്തച്ഛനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുന്ന ക്രൂരമായ ദൃശ്യങ്ങൾ. കേട്ടത് സിനിമയിലെ തിരക്കഥയല്ല, ആലപ്പുഴ കരുവാറ്റയിൽ നടന്ന ദാരുണമായ ഒരു യഥാർത്ഥ കൊലപാതകം. ഐഫോണും പുതിയ ബൈക്കും സ്വന്തമാക്കാൻ സ്വന്തം മുത്തച്ഛനെ കൊന്നൊടുക്കിയ കൗമാരക്കാരിയുടെയും കൂട്ടുകാരന്റെയും ക്രിമിനൽ മാസ്റ്റർ പ്ലാൻ. സ്പൈഡർ മോഡൽ കൊലപാതകം. ഞായറാഴ്ച രാവിലെ കരുവാറ്റയിലെ ആ വാടക വീടിനു മുന്നിൽ 13 വയസ്സുകാരിയായ കൊച്ചുമകൾ നിലവിളിക്കുന്നു. മുത്തച്ഛൻ വാതിൽ തുറക്കുന്നില്ല, എന്തോ അപകടം പറ്റിയിട്ടുണ്ട്. അയൽക്കാരെത്തി വാതിൽ തള്ളി തുറന്നു. അകത്ത് കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. 65-കാരനായ ശിവൻകുട്ടി ചെട്ടിയാർ കൈകാലുകൾ ബന്ധിച്ച് വസ്ത്രങ്ങളില്ലാതെ ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്നു. എന്നാൽ ഈ ദാരുണ ദൃശ്യം കണ്ടിട്ടും ആ 13-കാരിയുടെ മുഖത്ത് യാതൊരു ഭയമോ സങ്കടമോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, അവൾ ശാന്തയായി പറഞ്ഞു, എനിക്കിന്ന് പരീക്ഷയുണ്ട്, സ്കൂളിൽ പോകണം. നാടൊട്ടാകെ കരയുമ്പോൾ സ്വന്തം മുത്തച്ഛന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് ഒരു കുലുക്കവുമില്ലാതെ പരീക്ഷ എഴുതാൻ വാശി പിടിച്ച ആ പെൺകുട്ടി. അവിടെ നിന്നാണ് പോലീസിന്റെ കണ്ണുകൾ ആ 13-കാരിയിലേക്ക് തിരിയുന്നത്. ആരായിരുന്നു കൊല്ലപ്പെട്ട 65-കാരനായ ശിവൻകുട്ടി? ഫോൺ അമിതമായി ഉപയോഗിക്കുന്നതിനും വൈകി വീട്ടിലെത്തുന്നതിനും കൊച്ചുമകളെ നിരന്തരം വഴക്കു പറഞ്ഞിരുന്ന ഒരു മുത്തച്ഛൻ. എന്നാൽ പെൺകുട്ടിയുടെ മനസ്സിൽ വളർന്നത് കടുത്ത പകയായിരുന്നു. മുത്തച്ഛൻ തന്നെ ബാഡ് ടച്ച് ചെയ്തു എന്ന് അവൾ തന്റെ 17-കാരനായ കാമുകനോട് പറഞ്ഞു. പക മുഖഞ്ഞു കത്തുമ്പോൾ ഒപ്പം മറ്റൊരാഗ്രഹവും വളർന്നു. പെൺകുട്ടിക്ക് ഒരു പുതിയ ഐഫോൺ വേണം, കാമുകന് ഒരു പുതിയ ബൈക്ക് വേണം. പണവും സ്വർണവും കവരാൻ അവർ ഒരു പദ്ധതിയിട്ടു. കൊല്ലത്ത് നിന്നും ഹരിപ്പാടേക്ക് മാറിയപ്പോൾ പരിചയപ്പെട്ട കാമുകൻ +1 പഠനവും ലഹരിയുമായി നടക്കുന്ന മറ്റു 3 കൗമാരക്കാരെ കൂടി ഈ ഗൂഢാലോചനയിലേക്ക് കൂട്ടുപിടിച്ചു. കൊലപാതകം എങ്ങനെ നടത്തണം? അതിനായി അവർ കണ്ടത് 2017 പുറത്തിറങ്ങിയ സ്പൈഡർ എന്ന തമിഴ് സിനിമ. പ്ലാൻ എ, വീടിന്റെ മേൽക്കൂരയിലെ ഓട് പൊളിച്ച് മുകളിൽ നിന്ന് വലിയ കല്ല് തലയിലിട്ട് ശിവൻകുട്ടിയെ കൊല്ലുക. ശനിയാഴ്ച രാത്രി 9:30 പ്രതികൾ വീടിന് മുകളിൽ കയറി ഓടിളക്കി. പക്ഷേ തടസ്സമായി വീടിന്റെ മച്ച് മുന്നിൽ വന്നു. പ്ലാൻ എ ഫ്ലോപ്പ്. പ്ലാൻ ബി, പ്രതികളിൽ 3 പേരും 0 സൈസ് ശരീരപ്രകൃതിയുള്ളവരായിരുന്നു. അവർ ശൗചാലയത്തിന്റെ ആസ്പെറ്റോസ് ഷീറ്റ് ഉയർത്തി കൊച്ചു വായുദ്വാരത്തിലൂടെ പാമ്പിനെ പോലെ വീടിനകത്തേക്ക് ഇഴഞ്ഞു കയറി. ശിവൻകുട്ടിയെ അവർ കീഴ്പ്പെടുത്തി. കിടക്കവയും വസ്ത്രങ്ങളും ഉപയോഗിച്ച് ശ്വാസം മുട്ടിച്ച് ആ ജീവനെടുത്തു. ഇവിടെയാണ് സിനിമകളെ പോലും തോൽപ്പിക്കുന്ന ക്രൂരത. കൃത്യം നടക്കുമ്പോൾ പെൺകുട്ടി അടുത്തുള്ള ബന്ധുവീട്ടിലായിരുന്നു. വാട്സാപ്പ് വീഡിയോ കോളിലൂടെ കൊലപാതകത്തിന്റെ തത്സമയ റണ്ണിംഗ് കമന്ററിയും ദൃശ്യങ്ങളും കാമുകൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. കൊലയ്ക്ക് ശേഷം അലമാരയിൽ ഉണ്ടായിരുന്ന സ്വർണവും പണവും കവർന്നു. പോലീസ് നായ്ക്കൾ മണം പിടിക്കാതിരിക്കാൻ വീടൊട്ടാകെ മുളകുപൊടിയും ശൗചാലയത്തിൽ രാസവസ്തുക്കളും വിതറി അവർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ എത്ര വലിയ ക്രിമിനൽ ആയാലും ഒരു തെളിവ് ബാക്കി വെക്കും. പോലീസ് അന്വേഷണം തുടങ്ങിയപ്പോൾ തന്നെ ചില വൈരുദ്ധ്യങ്ങൾ കണ്ടു. വീട്ടിലെ എല്ലാ മുറികളും അലങ്കോലപ്പെട്ടിരുന്നെങ്കിലും ഈ 13 വയസ്സുകാരിയുടെ മുറി മാത്രം വളരെ വൃത്തിയായി കിടന്നിരുന്നു. തൊട്ടടുത്ത ദിവസം യാതൊരു ഭയവുമില്ലാതെ പരീക്ഷ എഴുതാൻ കാണിച്ച ധൃതിയും പോലീസിന് സംശയമുണ്ടാക്കി. പോലീസ് അവളുടെ ഫോൺ കസ്റ്റഡിയിലെടുത്തു. പിടിവീഴില്ലെന്ന അമിത ആത്മവിശ്വാസത്തിൽ അവൾ ചാറ്റുകളോ കോൾ റെക്കോർഡുകളോ മായ്ച്ചിരുന്നില്ല. വീടിന്റെ ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്തത് കൊലപാതകത്തിന്റെ തത്സമയ സന്ദേശങ്ങൾ. ഇതിനു മുൻപ് വിഷം കൊടുത്തോ വണ്ടി ഇടിപ്പിച്ചോ കൊല്ലാൻ പ്ലാൻ ചെയ്തതിന്റെ ചാറ്റുകൾ എല്ലാം പോലീസിന്റെ മുന്നിൽ തെളിവായി നിറഞ്ഞു. അതെ, ഒരു ഐഫോണിനും ബൈക്കിനും വേണ്ടി ലഹരിക്കും തെറ്റായ കൂട്ടുകെട്ടുകൾക്കും അടിമപ്പെട്ട് സ്വന്തം ചോരയെ തന്നെ ഇല്ലാതാക്കിയ കൗമാരക്കാരി. 17 വയസ്സ് മാത്രം പ്രായമുള്ള 3 ആൺകുട്ടികളും 13-കാരിയായ പെൺകുട്ടിയും ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഡിജിറ്റൽ ലോകത്തെ തെറ്റായ സ്വാധീനങ്ങളും ലഹരി ഉപയോഗവും നമ്മുടെ കുട്ടികളെ ഏതു തരത്തിൽ ബാധിക്കുന്നുവെന്നതിന്റെ ഞെട്ടിക്കുന്ന ഉദാഹരണമാണ് കരുവാറ്റയിലെ ഈ കൊലപാതകം.